Look, can you hear an elephant trumpeting? Yes, I can. Be careful, this is an elephant trial. Look, there's elephant dung all around. Wild elephants usually walk this way in herds. Look, an elephant standing over there. It's a tusker, isn't it? Yes, but it's not a wild elephant, it's a domesticated one. Didn't you see the mahout sitting near it with a gout? Oh yes, you're right. So, are the training elephants there? Yes, this place is an elephant kraal. The tusker would look so magnificent with a beautiful caparison on its forehead, walking in a temple festival procession. I think that Aska just heard what you said. It's trumpeting again. Hello everyone, welcome back to yet another spoken English session. എല്ലാവർക്കും ഈ അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. സ്പോക്കൺ ഇംഗ്ലീഷിലെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ലേണിംഗ് മെത്തേഡാണ് നാനോ ടോക്ക് മെത്തേഡ് എന്ന് പറയുന്നൊരു മെത്തേഡ്. ഈ മെത്തേഡിന് രണ്ട് ഒബ്ജക്റ്റീവാണുള്ളത്. ഒന്ന്, ഇംഗ്ലീഷ് നന്നായിട്ട് സംസാരിക്കാൻ പഠിക്കുക, ഏറ്റവും നല്ല എക്സ്പ്രഷൻസൊക്കെ ഉപയോഗിച്ചുകൊണ്ട് മനോഹരമായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുക എന്നുള്ളതാണ്. രണ്ട്, ഇംഗ്ലീഷ് സംസാരിക്കണമെങ്കിലും ഏറ്റവും പ്രോപ്പറായിട്ടുള്ള ബെസ്റ്റായിട്ടുള്ള വൊക്കാബുലറി ഉണ്ടായിരിക്കണം. ഏറ്റവും റിച്ച് ആയിട്ടുള്ള വൊക്കാബുലറി ഉള്ള ഒരാൾക്ക് മാത്രമേ ഏറ്റവും നന്നായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്താൻ സാധിക്കുകയുള്ളൂ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇംഗ്ലീഷ് ബേസിക്കായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തണമെങ്കിൽ ബേസിക്കായി അറിഞ്ഞിരിക്കേണ്ട കുറേ വാക്കുകളുണ്ട്. അതിനേക്കാൾ ഉപരി നമ്മുടെ കൾച്ചറുമായി ബന്ധപ്പെട്ട് ആവശ്യമായിട്ടുള്ള കുറേ വേർഡ്സുകൾ കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം നമ്മുടെ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് നമ്മുടെ ലൊക്കേഷനിൽ നമ്മുടെ കൾച്ചറുമായി ബന്ധപ്പെട്ടാണ്. അതുകൊണ്ട് ആ തരത്തിലുള്ള ഒരു ഭാഷാ പഠനമാണ് ശരിക്കും സമഗ്രമായിട്ടുള്ള ഭാഷാ പഠനം എന്ന് പറയുന്നത്. ഇംഗ്ലണ്ടിൽ സംസാരിക്കുന്ന ഒരാളുടെ ഭാഷയിൽ നിന്ന് മാറി അയാളുടെ കൾച്ചറുമായി ബന്ധപ്പെട്ടതല്ലാതെ നമ്മുടെ കൾച്ചറുമായി ബന്ധപ്പെട്ടതായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറേയേറെ വാക്കുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ രൂപത്തിലേക്ക് ഒരു കോംപ്രഹെൻസീവ് ലെവലിലേക്ക് നിങ്ങളുടെ വൊക്കാബുലറി കൂടി, സ്പോക്കൻ്റെ കൂടെ വൊക്കാബുലറി കൂടെ ഇമ്പ്രൂവ് ചെയ്യുമ്പോഴാണ് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ അതിൻ്റെ ഒരു ഫുൾ എക്സ്റ്റെൻറ്റിലേക്ക് ഇമ്പ്രൂവ് ആവുകയുള്ളൂ. അപ്പോൾ അതിനു വേണ്ടിയുള്ള ഒരു ബെസ്റ്റ് പ്രാക്ടിക്കൽ മെത്തേഡാണ് ഈ പറഞ്ഞ നാനോ ടോക്ക് മെത്തേഡ് എന്ന് പറയുന്നത്. ഇതിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് എന്ന് പറയുന്നത് എ വാക്ക് ത്രൂ ദി എലിഫൻറ്റ് ട്രെയിൽ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. അതുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയിട്ടുള്ള ഒരു ചെറിയ ബിറ്റ് ഓഫ് കോൺവെർസേഷനാണ് നിങ്ങളിപ്പോൾ ജസ്റ്റ് കണ്ടത്. ഈ മെത്തേഡിലൂടെ നമ്മൾ 3 സ്റ്റെപ്പാണ് ജനറലായിട്ട് കോമൺ ആയിട്ടുള്ളത്. ഒന്ന്, കോൺവെർസേഷൻ മീൻസ് വാച്ചിങ് ദ കോൺവെർസേഷൻ. അതായത് ഇപ്പോൾ ഞാൻ കാണിച്ച വീഡിയോ നിങ്ങൾ വാച്ച് ചെയ്തല്ലോ, ഇങ്ങനെ കോൺവെർസേഷൻസ് വാച്ച് ചെയ്യുക. കോൺവെർസേഷൻ എന്ന് പറയുമ്പോൾ ഡിഫറെൻറ്റ് ടോപ്പിക്സ് റിലേറ്റഡ് ആയിട്ട് നമ്മൾ തയ്യാറാക്കുന്ന ലൊക്കേഷനുമായി ബന്ധപ്പെട്ടുള്ള റിയൽ ലൈഫ് സിറ്റുവേഷനുമായി ബന്ധപ്പെട്ട് പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള ചെറിയ ചെറിയ ബിറ്റ് കോൺവെർസേഷനാണ്. ഇത് എറൗണ്ട് 100 ടോപ്പിക്സ് നമ്മൾ കവർ ചെയ്യുമ്പോഴാണ് നമുക്കൊരു 100% വൊക്കാബുലറി നമ്മുടെ ചുറ്റുപാടുമായി ബന്ധപ്പെട്ട് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അത്രയും വലിയ ഒരു സിലബസാണ്. 2, ഡിസ്കഷൻ ഓഫ് ദ കോൺവെർസേഷൻ. അതായത് ഇപ്പോൾ നമ്മൾ നടത്തിയിട്ടുള്ള കോൺവെർസേഷൻ ബേസ് ചെയ്തിട്ട് അതിൻ്റെ സെൻറ്റൻസ് ബൈ സെൻറ്റൻസ് മലയാളത്തിൽ ഒന്ന് ഡിസ്കസ് ചെയ്യുക. 3ാമത്തത് വൊക്കാബുലറി ഡിസ്കഷൻ അല്ലെങ്കിൽ റീഇൻഫോഴ്സ്ഡ് വൊക്കാബുലറി. നമ്മൾ ആ ഒരു അധ്യായത്തിൽ ആ ഒരു കോൺവെർസേഷനിൽ ഉപയോഗിച്ചിരിക്കുന്ന മുഴുവൻ വൊക്കാബുലറിയും നമ്മൾ ഡിസ്കസ് ചെയ്ത് ഒന്ന് റീഇൻഫോഴ്സ് ചെയ്യാം. ഈ 3 സ്റ്റെപ്പുകളാണ് പ്രധാനമായിട്ടും ഈ ഒരു മെത്തേഡിലൂടെ നമ്മളിവിടെ നടത്താൻ പോകുന്നത്. 4ാമതായിട്ടൊരു സ്റ്റേജ് കൂടിയുണ്ട്. പക്ഷേ അത് നമ്മൾ നേരിട്ടുള്ള ക്ലാസ്സുകൾ അല്ലെങ്കിൽ സ്പോക്കൺ ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് അത്തരം ഒരു മെത്തേഡ് നമ്മൾ പ്രാക്ടീസ് ചെയ്യാറുള്ളൂ. ഇവിടെ നമ്മൾ യൂട്യൂബ് ആയതുകൊണ്ട് തന്നെ സമയബന്ധിതമായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു 3 സ്റ്റെപ്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാം. സമയം കളയുന്നില്ല, നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ആദ്യത്തേത് കോൺവെർസേഷനാണ്. അപ്പോൾ നമ്മൾ കേട്ട കോൺവെർസേഷൻസ് നമുക്ക് ഒന്നുകൂടി കേൾക്കാം. Look, can you hear an elephant trumpeting? Yes, I can. Be careful, this is an elephant trial. Look, there's elephant dung all around. Wild elephants usually walk this way in herds. Look, an elephant standing over there. It's a tusker, isn't it? Yes, but it's not a wild elephant, it's a domesticated one. Didn't you see the mahout sitting near it with a gout? Oh yes, you're right. So, are the training elephants there? Yes, this place is an elephant kraal. The tusker would look so magnificent with a beautiful caparison on its forehead, walking in a temple festival procession. I think that Aska just heard what you said. It's trumpeting again. ഓക്കെ, കോൺവെർസേഷൻ കേട്ടു. ഒരു ചെറിയ സിറ്റുവേഷണൽ കോൺവെർസേഷനാണ്. ഇനി നമുക്ക് ഈ കോൺവെർസേഷനകത്ത് പറഞ്ഞിരിക്കുന്ന സെൻറ്റൻസുകൾ എന്തൊക്കെയാണ് എന്നുള്ളത്
മലയാളത്തിലൂടെ ഒന്ന് പരിശോധിച്ച് നോക്കാം. ആദ്യത്തെ കഥാപാത്രം പറയുന്നു, ലുക്ക്, ക്യാൻ യു ഹിയർ an elephant trumpeting? Can you hear an elephant trumpeting? എന്താ അതിൻ്റെ മലയാളം? നോക്കൂ, ഒരു ആനയുടെ ചിഹ്നം വിളി കേൾക്കുന്നുണ്ടോ എന്നാണ് അതിൻ്റെ അർത്ഥം. ലുക്ക്, ക്യാൻ യു ഹിയർ an elephant trumpeting? അടുത്ത ആൾ പറയുന്നു, യെസ് ഐ ക്യാൻ. അതെ, എനിക്ക് കേൾക്കാൻ കഴിയുന്നുണ്ട്. ബി കെയർഫുൾ, സൂക്ഷിക്കണം. ദിസ് ഈസ് an elephant trail. ഇതൊരു ആനത്താരയാണ്. ലുക്ക്, ദർ ഈസ് എലിഫൻറ്റിങ് ഓൾ അറൗണ്ട്. നോക്കൂ, അവിടെ നിറയെ ആനപ്പിണ്ടി കണ്ടില്ലേ? വൈൽഡ് എലിഫൻറ്റ്സ് യൂഷ്വലി വാക്ക് ദിസ് വേ ഇൻ ഹെർഡ്സ്. ഇതുവഴി കാട്ടാനകൾ കൂട്ടമായി നടന്നു പോകാറുണ്ട്. അപ്പോൾ അടുത്ത ആൾ പറയുന്നു, ലുക്ക് ഓവർ ദർ ഈസ് an elephant standing. ഇറ്റ്സ് എ ടസ്കർ, isn't it? അതാ നിൽക്കുന്ന ഒരു ആന, അതൊരു ഒറ്റക്കൊമ്പനാണല്ലോ അല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ യെസ്, ബട്ട് ഇറ്റ്സ് നോട്ട് എ വൈൽഡ് എലിഫൻറ്റ്. അതെ, പക്ഷേ അത് കാട്ടാനയല്ല. ഇറ്റ്സ് എ ഡൊമസ്റ്റിക്കേറ്റഡ് വൺ. അതൊരു നാട്ടാനയാണ്. ഡിഡ്ന്റ് യു സീ ദ മഹൗട്ട് സിറ്റിംഗ് നിയർ ഇറ്റ് വിത്ത് എ ഗോഡ്? നീ കാണുന്നില്ലേ അതിൻ്റെ അടുത്ത് ഒരു വടിയുമായി ആനപ്പാപ്പാൻ ഇരിക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത് ഒരു വടിയുമായി ആനപ്പാപ്പാൻ ഇരിക്കുന്നത് കണ്ടില്ലേ? അപ്പോൾ അടുത്ത ആൾ, ഓ യെസ്, യു ആർ റൈറ്റ്. സോ ആർ ദ ട്രെയിനിങ് എലിഫൻറ്റ്സ് ഹിയർ? ആ ശരിയാ, അപ്പോൾ ഇവിടെ ആനയെ മെരുക്കുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അതിന് മറുപടിയായിട്ട് എന്താണ് അടുത്ത ആൾ പറയുന്നത്? യെസ്, ദിസ് പ്ലേസ് ഈസ് ആൻ എലിഫൻറ്റ് ക്രാൽ. അതെ, ഇതൊരു ആനപ്പന്തിയാണ്. ദാറ്റ് ടസ്കർ വുഡ് ലുക്ക് മാഗ്നിഫിസൻറ്റ് വിത്ത് എ ബ്യൂട്ടിഫുൾ കാപ്പരിസൺ ഓൺ ഇറ്റ്സ് ഫോർഹെഡ് വാക്കിംഗ് ഇൻ എ ടെമ്പിൾ ഫെസ്റ്റിവൽ പ്രൊസഷൻ. ആ ഒറ്റക്കൊമ്പനെ നല്ല ഒരു നെറ്റിപ്പട്ടമൊക്കെ ചാർത്തി ഉത്സവത്തിന് എഴുന്നള്ളത്തിൽ പങ്കെടുപ്പിച്ചാൽ എന്ത് രസമായിരിക്കും. ഓക്കെ, ദാറ്റ് ടസ്ക് വുഡ് ലുക്ക് മാഗ്നിഫിസൻറ്റ്. അത് കാണാൻ നല്ല ഭംഗിയായിരിക്കും, നല്ല ചന്തമായിരിക്കും. അപ്പോൾ അടുത്ത ആൾ പറയും, ഐ തിങ്ക് ദ ടസ്കർ ഹേർഡ് വാട്ട് യു സെഡ്. ഇറ്റ്സ് ട്രംപറ്റിംഗ് അഗെയിൻ. ആ പറഞ്ഞത് കൊമ്പൻ കേട്ടെന്ന് വിചാരിക്കുന്നു. അവൻ ചിഹ്നം വിളിക്കുന്നു. ഇതാണ് ഈ കോൺവെർസേഷൻ്റെ മീനിങ്. അപ്പോൾ സെൻറ്റൻസ് ബൈ സെൻറ്റൻസ് നമ്മളത് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന വൊക്കാബുലറികൾ ഡിസ്കസ് ചെയ്യാം. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിന് മുന്നോടിയായിട്ട് നിങ്ങൾ സ്പോക്കൺ ഇംഗ്ലീഷ് പ്രാക്ടിക്കലായിട്ട് പഠിക്കാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഞാനൊരു കോഴ്സ് നടത്തുന്നുണ്ട്. ലോകത്ത് എവിടെ ഇരുന്നും ഈ കോഴ്സിൽ പങ്കെടുക്കാം. ഒരു വ്യക്തിക്ക് ഒരു ടീച്ചർ എന്ന രൂപത്തിൽ. കാരണം ഭാഷയാണ്, അത് പരിശീലിച്ച് പ്രാക്ടീസ് ചെയ്ത് മാത്രമേ നമുക്കത് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കൂ. ഒരാഴ്ച കൊണ്ടോ ഒരു മാസം കൊണ്ടോ സാധ്യമല്ല. മിനിമം 5 മാസമെങ്കിലും മാറ്റിവെക്കാൻ പറ്റുമെങ്കിൽ എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്തുകൊണ്ട് നിങ്ങളെ ഒരു ബേസ് ലെവലിൽ നിന്ന് ഒരു അപ്പർ ഇൻ്റർമീഡിയറ്റ് ലെവൽ വരെയോ അല്ലെങ്കിൽ ഒരു അഡ്വാൻസ് ലെവൽ വരെയോ നിങ്ങളെ മാറ്റിയെടുക്കാൻ പറ്റുന്ന രൂപത്തിലേക്കുള്ള ഒരു മികച്ച കോഴ്സാണ്. കേരളത്തിൽ ഒരുപാട് പേര് ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കോഴ്സാണ്. ഈ കോഴ്സിനെ കുറിച്ച് അറിയാൻ നിങ്ങൾ ഈ കാണുന്ന നമ്പറിൽ 9037990442 എന്ന് പറയുന്ന നമ്പറിൽ ഇപ്പോൾ തന്നെ സ്പോക്കൺ ഇംഗ്ലീഷ് മാസ്റ്റർ എന്നൊരു മെസ്സേജ് അയക്കാം. എല്ലാവരെയും ഈ കോഴ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ തന്നെ എല്ലാവരും മെസ്സേജ് അയക്കാം. ഓക്കെ, നമുക്ക് ഈ സെഷൻ തുടരാം. നാനോ ടോക്ക് മെത്തേഡിൻ്റെ ആദ്യത്തെ അധ്യായത്തിൽ നമ്മൾ പഠിച്ച വാക്കുകൾ, ഒന്ന് ട്രംപറ്റിംഗ്. ട്രംപറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിഹ്നം വിളി. ട്രംപറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ വെർബാണ്, അതായത് ചിഹ്നം വിളിക്കുക. ആനയുടെ കരച്ചിൽ, ആന ചിഹ്നം വിളിക്കുക എന്നാണ് നമ്മൾ പറയുക. ആനയുടെ കരച്ചിലാണ് ട്രംപറ്റ് എന്ന് പറയുക. മീൻസ് ആന കരയുന്നതിന് ട്രംപറ്റ്, ചിഹ്നം വിളിക്കുക എന്ന അർത്ഥത്തിൽ പറയുന്നു. ചിഹ്നം വിളി എന്ന അർത്ഥത്തിൽ ട്രംപറ്റിംഗ് എന്ന് പറയുന്നു. ആനത്താര എന്ന് പറയുന്ന അർത്ഥത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ഒരു വേർഡാണ് എലിഫൻറ്റ് ട്രെയിൽ. ആനത്താര, ആനകൾ സ്ഥിരമായി സഞ്ചരിക്കുന്ന വഴിയാണ് നമ്മൾ ആനത്താര എന്ന് പറയുന്നത്. അതിൻ്റെ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് എലിഫൻറ്റ് ട്രെയിലാണ്. ആനപ്പിണ്ടി എന്ന് പറയുന്നത് മലയാളത്തിൽ നമ്മൾ ആനപ്പിണ്ടി എന്ന് പറയുന്നതിന് തുല്യമായിട്ടുള്ള ഇംഗ്ലീഷാണ് എലിഫൻറ്റ് ഡങ് എന്ന് പറയുന്നത്. എലിഫൻറ്റ് ഡങ്. ഒറ്റക്കൊമ്പൻ എന്നതിന് നമ്മൾ ടസ്കർ എന്നാണ് പറയുക. ഒറ്റക്കൊമ്പനായിട്ടുള്ള ആനയെ ടസ്കർ എന്ന് പറയുന്നു. നാട്ടാനയ്ക്ക് ഡൊമസ്റ്റിക്കേറ്റഡ് എലിഫൻറ്റ് എന്നാണ് പറയുക. ആനപ്പാപ്പാൻ മഹൗട്ട് എന്നാണ് പറയുക. അതുപോലെ ആനയെ നിയന്ത്രിക്കുന്നതിനായിട്ട് ഉപയോഗിക്കുന്നത് തോട്ടി. ആനയെ മാത്രമല്ല, നമ്മൾ പശുവിനെ മറ്റ് നാക്കാലികളെയൊക്കെ മേയ്ക്കുന്നതിനായിട്ട് ഉപയോഗിക്കുന്ന തോട്ടിക്ക് നമുക്ക് ഗോഡ് എന്ന് പറയാം. GOAD. ഓക്കെ, അപ്പോൾ അത് ശ്രദ്ധിക്കണം. നെക്സ്റ്റ്, ആനപ്പന്തി. ആനയെ മെരിക്കുന്നതിനായിട്ട് ഉപയോഗിക്കുന്ന സ്ഥലത്തെ ആനപ്പന്തി എന്ന് നമ്മൾ മലയാളത്തിൽ പറയുമല്ലോ, അതിന് ഈക്വലായിട്ടുള്ള പ്രയോഗമാണ് ക്രാൽ, എലിഫൻറ്റ് ക്രാൽ. ഓക്കെ, സാധാരണ ന്യൂസ് പേപ്പറൊക്കെ വായിക്കുന്ന ആളുകൾ പത്രങ്ങളൊക്കെ എപ്പോഴും ആനയുമായി ബന്ധപ്പെട്ട വാർത്തകളിലൊക്കെ ഇത്തരം വാക്കുകൾ കാണാറുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കണം. നമ്മുടെ നാടും കൾച്ചറുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട വാക്കുകളുടെ ലിസ്റ്റുകളാണ് ഇതെല്ലാം. നെറ്റിപ്പട്ടം എന്നതിന് കപ്പാരിസൺ എന്നാണ് പറയുക. നെറ്റിപ്പട്ടം ഇതൊരു വെർബ് കൂടിയാണ്. കപ്പാരിസൻറ്റ് എന്ന് പറയുന്നത്. കപ്പാരിസൻറ്റ് എലിഫൻ്റ് എന്ന് പറഞ്ഞാൽ
നെറ്റിപ്പട്ടം ചാർത്തിയിട്ടുള്ള കപ്പാരിസൺ എലിഫൻറ്റ്, നെറ്റിപ്പട്ടം ചാർത്തിയ ആന. അപ്പോൾ അതിനെ വെർബായിട്ട് യൂസ് ചെയ്യാം. നൗണായിട്ട് നെറ്റിപ്പട്ടം എന്നർത്ഥത്തിൽ കപ്പാരിസൺ എന്ന് പറയാം. എഴുന്നള്ളത്തിന് നമുക്ക് സാധാരണ പറയാൻ സാധിക്കുന്നത് ടെമ്പിൾ പ്രൊസഷൻ എന്നാണ്. എഴുന്നള്ളത്ത് എന്ന് പറയുമ്പോൾ അത് പെർട്ടിക്കുലർലി ടെമ്പിളായി ബേസ്ഡ് ആണ് അല്ലെങ്കിൽ ബന്ധപ്പെട്ടതാണ്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ പ്രൊസഷനാണ്. പ്രൊസഷൻ എന്ന് പറഞ്ഞാൽ എല്ലാ തരത്തിലുള്ള ഘോഷയാത്രയും പ്രൊസഷനാണ്. പക്ഷേ എസ്പെഷ്യലി അത് ടെമ്പിൾ റിലേറ്റഡ് ആയിട്ടുള്ള എഴുന്നള്ളത്താകുമ്പോൾ നമുക്ക് ടെമ്പിൾ ഫെസ്റ്റിവൽ പ്രൊസഷൻ എന്ന് തന്നെ പറയാം. ഓക്കെ, അല്ലെങ്കിൽ ടെമ്പിൾ പ്രൊസഷൻ ഓർ ടെമ്പിൾ ഫെസ്റ്റിവൽ പ്രൊസഷൻ. ഓക്കെ, ഇനി ജസ്റ്റ് പ്രൊസഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അത് എഴുന്നള്ളത്ത് തന്നെയാണ്. പക്ഷേ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് പറയാൻ ടെമ്പിൾ ഫെസ്റ്റിവൽ പ്രൊസഷൻ എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഓക്കെ, എനിവേ ഹോപ്പ് ദിസ് സെഷൻ വാസ് യൂസ്ഫുൾ ഫോർ യു. നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് വളരെ ആവശ്യമാണ്. ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഈ PDF, അതായത് ഇവിടെ നമ്മൾ അവതരിപ്പിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും വൊക്കാബുലറിയും ഒക്കെ ഉൾക്കൊള്ളുന്ന PDF നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ ഞാൻ അതിൻ്റെ ഡൗൺലോഡ് ലിങ്ക് കൊടുക്കാം. അവിടെ പോയിട്ട് നിങ്ങളെല്ലാവരും ഡൗൺലോഡ് ചെയ്ത് പ്രിൻറ്റ് ചെയ്ത് എടുത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് അത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ വീണ്ടും ഇതിൻ്റെ അടുത്ത ഒരു എപ്പിസോഡുമായിട്ട് ഞാൻ വരും. നിങ്ങളുടെ സപ്പോർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ നെക്സ്റ്റ് പാർട്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഞാൻ പറഞ്ഞല്ലോ, നാനോടോക്ക് മെത്തേഡ് എന്ന് പറയുന്ന ഈ മെത്തേഡിലൂടെ ഇംഗ്ലീഷ് പൂർണ്ണമായിട്ട് കോംപ്രഹെൻസീവായിട്ട് പഠിക്കണമെങ്കിൽ 100 ടോപ്പിക്കുകളുണ്ട്. അതിലൊന്ന് മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഡിഫറൻ്റ് ആയിട്ടുള്ള മേഖലകളുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് കോൺവെർസേഷനും അതുമായി ബന്ധപ്പെട്ട ഡിസ്കഷൻസും വൊക്കാബുലറീസും പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ താഴെ നിങ്ങൾ നെക്സ്റ്റ് പാർട്ട് ആവശ്യമുണ്ട് എന്ന് തന്നെ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് അനുസരിച്ച് നമുക്ക് വരും ലെസൺസ് ചെയ്യാൻ സാധിക്കും. എനിവേ, നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്കെല്ലാം. ഒരിക്കൽ കൂടി വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഹാവ് എ ഗ്രേറ്റ് ഡേ. താങ്ക് യു.